പഴയങ്ങാടി അതിയിടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ഭക്ഷണ കലവറയിലേക്കായി നേന്ത്രവാഴ കൃഷി ആരംഭിച്ചു. 600ഓളം മഞ്ചേരിക്കുള്ളൻ വാഴക്കന്നുകളാണ് പടന്നപ്പുറം അതിയിടം പ്രദേശങ്ങളിലായി നട്ടത്. പഴയങ്ങാടി അതിയിടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ ഭക്ഷണ കലവറയിലേക്കാണ് നേന്ത്രവാഴ കൃഷി ആരംഭിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള 600ഓളം മഞ്ചേരിക്കുള്ളൻ വാഴക്കന്നുകളാണ് പടന്നപ്പുറം അതിയിടം പ്രദേശങ്ങളിലായി നട്ടത്. ചെറുതാഴം കൃഷിഭവന്റെ സഹായത്തോടെയാണ് കൃഷി. അന്നപൂർണ ജൈവ പച്ചക്കറി കൃഷിയുടെ ഭാഗമായി ചേന, ഇഞ്ചി തുടങ്ങിയവയുടെ കൃഷി നേരത്തെ ആരംഭിച്ചിരുന്നു. ഹ്രസ്വകാല വിളകളായ വെള്ളരി, കുമ്പളം ഉൾപ്പെടെയുള്ളവ പിന്നീട് കൃഷി ചെയ്യും. ഇനിയിപ്പോ ഞങ്ങള് വാഴ ആവശ്യമായ ഭക്ഷണത്തിന് ആവശ്യമായ വിഷരഹിതമായിട്ടുള്ള കായ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു 550 വാഴയോളം പടന്നപ്പുറത്ത് കൃഷി അതിന്റെ നടിയിൽ ഉദ്ഘാടനം ഇന്ന് നടന്നത്. ഇനി അടുത്ത ഘട്ടമായിട്ട് ഞങ്ങള് കുമ്പളം, വെള്ളരി, മത്തൻ ഇവ കളിയാട്ടത്തോടെ അടുത്ത് തന്നെ കൃഷി ചെയ്യുന്നതാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു വാഴക്കന്ന് നട്ട് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇനി ഭക്തജനങ്ങൾക്കായി കഴിഞ്ഞാലും മറ്റേത് ആഘോഷങ്ങൾക്കായാലും മറ്റു പലയിടങ്ങളിൽ നിന്നും പച്ചക്കറിയും അതുപോലെ തന്നെ മറ്റ് അവശ്യ സാധനങ്ങളും കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നല്ല ജൈവികമായി വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം ഭക്തജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ പൊതുവെ നമ്മുടെ ശ്രീസ്ഥാതിയിടം ഭാഗത്തിന്റെ ഒരു കാർഷിക മേഖലയിലെ സംസ്കാരം കൂടിയാണ്. ചെറുതാഴം പഞ്ചായത്ത് അംഗം KV ബിന്ദു അധ്യക്ഷത വഹിച്ചു. TV പത്മനാഭൻ, VV രവി, K നാരായണൻ, PV ദിവാകരൻ, IV രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.